ഇന്നേ ഉണ്ണിയേട്ടൻ്റെ ബർത്ത്ഡേ ആണേ. വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ്. ഉണ്ണിയേട്ടൻ്റെ മാത്രമല്ല അണ്ണൻ്റെയും കൂടെയാണ് കേട്ടോ. അണ്ണൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നു, അന്ന് അണ്ണൻ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിസംബർ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം പോയ സമയത്ത് അമ്മയും അച്ഛയും കൂടെ നേരെ പല്ലിയാർ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കേക്കും കൂടെ വാങ്ങിയിട്ട് പല്ലിയാർക്ക് പോകാനായിട്ട് കേക്ക് വാങ്ങാൻ വന്നായിരുന്നു കേട്ടോ. കേക്കൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നു. ഞായറാഴ്ചയായിരുന്നു, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു, ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അമ്മയ്ക്കും അച്ഛയ്ക്കും വരാനായിട്ട് പറ്റിയില്ല. അച്ഛയുടെ അത്യാവശ്യമായിട്ട് എവിടെയും പോകേണ്ടി വന്നിട്ട് പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ബാനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ ബലൂണോ വേറെയുള്ള ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ബാനർ ഇട്ടാൽ മതി, നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകും കേട്ടോ. നമുക്ക് തന്നെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ കൂടെയൊക്കെ വരും. അപ്പോൾ ഒരു ടേബിളിലൊരു ക്ലോത്തും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തനുവിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തെടുത്തതായിരുന്നേ. പിന്നെ അതിൻ്റെ മുകളിൽ കേക്കൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ് കൂടെ നമ്മുടെ തനുവിൻ്റെ ബർത്ത്ഡേക്ക് തന്നെ വാങ്ങിയതായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കും വെച്ച് കുറച്ച് മെഴുകുതിരി നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ വെച്ചു കേട്ടോ. പിള്ളേരുള്ളതുകൊണ്ട് കേക്ക് സൂക്ഷിക്കണം, ഇപ്പോൾ വേണമെങ്കിലും ഒരു തട്ടി താഴെയിടും. കേക്കിൻ്റെ പുറകെ തന്നെയായിരുന്നു. 2 കത്തിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ വഴക്കാവും, യാമിയും തനുവും തമ്മിൽ. അബിക്കുട്ടനുണ്ട്, പിന്നെ അവൻ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാകില്ലേ. ഇവർ രണ്ടുപേരും ആയിരിക്കും ബഹളം തുടങ്ങുക. 2 സൈഡിലായിട്ട് 2 പേരും, ഉണ്ണിയേട്ടനും അണ്ണനും കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ വരുന്ന സമയത്ത്. അത് പോകുന്ന സമയത്ത് കൊടുത്തു വിടാനും കഴിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അന്ന് ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് കപ്പയും ബീഫൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ എല്ലാവരും കൂടെ കൂടി കഴിച്ചിട്ട് പിന്നെ കപ്പയും ബീഫും അതും കഴിച്ചു കേട്ടോ. ശ്രീകുട്ടിയുടെ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അതിങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഡ്രസ്സ്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ കേക്കും ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഋഷിക്കുഞ്ഞിന് ഞാൻ കുറച്ച് കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർ കളി തുടങ്ങി വീണ്ടും. ഋഷിക്കുട്ടിന് ഈ കട്ടിലിൽ വന്ന് കളിക്കണം ഭയങ്കര ഇഷ്ടം. അവിടെ ഈ നെറ്റ് ഇട്ടുണ്ട് കേട്ടോ, കൊതുകൊക്കെ വരാതിരിക്കാനായിട്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്, ജനലൊക്കെ തുറന്നിട്ടാൽ മതി. എത്ര ചൂടുള്ള സമയത്ത് ജനൽ തുറന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം. പക്ഷേ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റ് വാങ്ങിയിട്ടതായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുന്നത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ. ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ശ്രീകുട്ടി, പക്ഷെ അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല.